നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പോലീസ്. കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് നടൻ വിദേശത്തേക്ക് കടന്നതെന്നും പോലീസ് പറയുന്നു. കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഈ മാസം 22-ന് നടി പരാതി നൽകിയതിന് പിന്നാലെയാണ് ബംഗളൂരുവിൽ നിന്നും വിജയ് ബാബു ദുബായിലേക്ക് കടന്നത്. നടി പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിൽ ഇരുവരും ഒന്നിച്ചു പോയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിൽ നിന്നടക്കം ലഭിച്ചു. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കഴമ്പുള്ളതെന്ന് ഓരോ നിമിഷവും തെളിയുന്നു. കേസിൽ വിജയ് ബാബു കീഴടങ്ങും എന്നാണ് പ്രതീക്ഷ. നടനു മുൻപിൽ മറ്റു വഴികളില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ വിവരം. അതുകൊണ്ട് വി ആർ എക്സ്പെക്ടിംഗ് ദാറ്റ് ഹി മൈറ്റ് കം ആൻഡ് surrender himself before the law. That's what we are anticipating. Otherwise, he is an established person. He has to come back. ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രാവൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ ഹി ഹാസ് നോ വേ ബട്ട് ടു കം ബിഫോർ ദ ലോ. പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്നും ബ്ലാക്ക്മെയിലിംഗ് ലക്ഷ്യമിട്ടാണ് പരാതി നൽകിയതെന്നും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിജയ് ബാബു പറയുന്നു. അന്വേഷണവുമായി എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാമെന്നും ഹർജിയിൽ വിജയ് ബാബു വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. വിജയ് ബാബുവിനെതിരായ ബലാത്സംഗ പരാതിയിൽ അമ്മ അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് എതിരെ WCC. മലയാള സിനിമാ മേഖലയിൽ പതിവ് കാതടപ്പിക്കുന്ന നിശബ്ദതയാണ്. ആരോപണ വിധേയൻ അംഗമായ സംഘടനകൾ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ നിശബ്ദതയാണ് സ്ത്രീകൾക്ക് നേരെ വീണ്ടും ഉണ്ടാകുന്ന അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും കാരണമാവുന്നത്. മലയാള സിനിമാ മേഖലയിലും പോഷ് ആക്ട് ഉടനടി നടപ്പിലാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം LMS പള്ളി കത്തീഡ്രലാക്കി മാറ്റിയതിൽ ബിഷപ്പിനെതിരെ പ്രതിഷേധവുമായി വിശ്വാസികൾ. ഒരു വിഭാഗം വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ബിഷപ്പിനെ കൂകി വിളിക്കുകയും ചെയ്തു. രാവിലെ പള്ളിയിലെത്തിയ CSI ബിഷപ്പ് ധർമ്മരാജ് റസാലമാണ് പള്ളി കത്തീഡ്രലാക്കിയ പ്രഖ്യാപനം നടത്തിയത്. അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് പള്ളിക്ക് മുന്നിലെ ബോർഡും മാറ്റിസ്ഥാപിച്ചു. വർഷം പഴക്കമുള്ള പള്ളിയാണ് പാളയം LMS. CSIക്ക് കീഴിലായിരുന്നുവെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിയാണ് പള്ളി ഭരിച്ചിരുന്നത്. ഇന്ന് രാവിലെ 7 മണിയോടെ CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ കുർബാന നടത്തി. ഇതറിഞ്ഞെത്തിയ വിശ്വാസികൾ പള്ളി ഗേറ്റിന് പുറത്ത് ശക്തമായ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു. പള്ളി കത്തീഡ്രൽ ആക്കി മാറ്റിയെന്നും നിലവിലെ പള്ളി കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായും കുർബാനയ്ക്കിടെ ബിഷപ്പ് അറിയിച്ചു. അതുകൊണ്ട് നിലവിലിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ സിനഡ് പിരിച്ചുവിട്ടിട്ട് ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്ന് ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ പള്ളിക്ക് മുന്നിലെ ബോർഡ് JCB ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചു. ഇതിനിടയിൽ പലപ്പോഴായി പ്രതിഷേധക്കാരും ബിഷപ്പ് അനുകൂലികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പള്ളി സമ്പത്ത് തട്ടിയെടുക്കുകയാണ് ബിഷപ്പിന്റെ ലക്ഷ്യമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പിരിച്ചുവിടപ്പെട്ട പള്ളി കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. ഞങ്ങളുടെ സഭാവിശ്വാസികൾ ആരും തന്നെ അറിയാതെ ബിഷപ്പ് കുറച്ച് ഗുണ്ടകളുമായിട്ട് ബസ്സിലും മറ്റുമൊക്കെ ഗുണ്ടകളെ ഇറക്കി അകത്ത് കയറി പള്ളിയുടെ കഥയെല്ലാം അടിച്ചു പൊട്ടിച്ചു, എല്ലാ റെക്കോർഡ്സും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതൊരു വലിയ ക്രൈമാണ് നടത്തിയിരിക്കുന്നത്. ഇടവകയിലെ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പള്ളിയെ കത്തീഡ്രലാക്കി മാറ്റിയതിന് അനുകൂലമാണെന്ന് ബിഷപ്പ് ധർമ്മരാജ് റസാലം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ ഇടവകയിലുള്ള 99% പേർക്കും ഇവിടെ വന്നിരുന്ന് ആരാധിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് അവർ മുഴുവൻ. ബിഷപ്പ് അനുകൂലികൾ പള്ളിക്കകത്തും പ്രതിഷേധക്കാർ പുറത്തും തമ്പടിച്ചതോടെ ശക്തമായ പോലീസ് കാവലിലാണ് പള്ളിയും പരിസരവും. ന്യൂസ് 18 തിരുവനന്തപുരം. തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ UDF സ്ഥാനാർത്ഥിയാവും. PT തോമസിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകുമെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം പറയുമെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നതിനിടെ PTയുടെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലും ഉമാ തോമസ് ആദ്യമായി പൊതുവേദിയിലെത്തി. തൃക്കാക്കരയിൽ PT തോമസിന്റെ ഭാര്യ ഉമയെ തന്നെ രംഗത്തിറക്കാനാണ് കോൺഗ്രസിലെ ധാരണ. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ ഒഴിവാക്കാനും വിജയം ഉറപ്പിക്കാനും ഉമയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കഴിയുമെന്ന് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ കണക്കുകൂട്ടുന്നു.
ഇതിനിടയിലാണ് ഉമാ തോമസ് ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുത്തതും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രതികരിച്ചതും. മത്സരിക്കാനുള്ള സാധ്യത ഉമ തള്ളിയില്ലെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. ആലോചിക്കാമല്ലോ, ഇതൊക്കെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം വളരെ നമ്മളുടെ സംഘടന എന്ന് പറയുന്നത് അത്രയ്ക്കും ഉയർന്ന ഒരു ഇതിലുള്ളതല്ലേ, അവരെല്ലാം കൂടി തീരുമാനിക്കട്ടെ. അല്ലാതെ അത് നമുക്ക് പി ടി തോമസിന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഉമാ തോമസ് പൊതുവേദിയിൽ എത്തുന്നത്. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യമെന്ന പേരിൽ പി ടിയുടെ സുഹൃത്തുക്കളാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റിയ സർക്കാർ നിലപാടിനെ ഉമാ തോമസ് പൊതുവേദിയിൽ വിമർശിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പി ടി എടുത്തിട്ടുള്ള നിലപാട്, സത്യസന്ധമായ നിലപാട് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. എന്നാൽ പി ടി അന്ന് രാവിലെ പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പി ടിക്കുണ്ടായ മാനസിക സമ്മർദ്ദം അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ കണ്ണുനീര് പി ടി അത്രമാത്രം അസ്വസ്ഥനാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി, ആ കേസിന് വേണ്ടി പി ടി പോരാടിയത് അത്രമാത്രം സത്യസന്ധതയോടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിലെ ഒരു അഴിച്ചുപണി, അത് പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൊച്ചിയിലുള്ളതിനാൽ കൂടിയാലോചനകൾ വേഗത്തിലായിരുന്നു. അതേസമയം ആരുടെയും പേര് പറയാൻ VD സതീശൻ തയ്യാറായില്ല. തൃക്കാക്കരയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് തീരുമാനിക്കും. അതിന് KPCC പ്രസിഡന്റ് അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ നേതൃത്വവും കൂടിയായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആലോചിച്ച് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിച്ചേക്കാമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നാലുടൻ ഉമയുടെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിക്കും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. തൃക്കാക്കരയിൽ വികസന രാഷ്ട്രീയത്തിനൊപ്പമാണെന്ന് KV തോമസ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും നേതൃത്വം സമീപിച്ചിട്ടില്ല. കേരളിനെ അന്ധമായി എതിർക്കരുതെന്നും KV തോമസ് പറഞ്ഞു. വികസന രാഷ്ട്രീയമായി ഉണ്ടാകും, അനാവശ്യമായിട്ടാണ് പൊളിറ്റിക്കലൈസ് ചെയ്തത്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ നിന്നും പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ നമ്മൾ എതിർക്കുന്നത് ശരിയല്ല എന്നതാണ്. ഞാൻ ഇപ്പോഴല്ല, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിലൊരു സമീപനം അതാണ്. കഴിഞ്ഞ അസംബ്ലിയിലും ലോക്കൽ ബോഡിയും ബന്ധപ്പെടുത്തിയിട്ടില്ലാത്തവരാണ് ഇപ്പം ഞാനിത് പറയാനാണ്. KV തോമസിനെതിരായ നടപടിക്ക് സോണിയാഗാന്ധിയുടെ അംഗീകാരം. KV തോമസിനെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും KPCC എക്സിക്യൂട്ടീവിൽ നിന്നും നീക്കി. അതേസമയം AICC അംഗമായി KV തോമസ് തുടരും. AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി അച്ചടക്ക സമിതിയാണ് KV തോമസിനെതിരായ നടപടിക്ക് ശുപാർശ ചെയ്തത്. കോൺഗ്രസുകാരനായി തുടരും എന്നായിരുന്നു നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് KV തോമസിന്റെ പ്രതികരണം. എന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. പക്ഷേ ഞാൻ AICC മെമ്പറായിട്ട് തുടരുന്നു, KPCC മെമ്പറായിട്ട് തുടരുന്നു, പ്രൈമറി മെമ്പർഷിപ്പ്. ഇത് മൂന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. മാറ്റിയത് നോമിനേറ്റഡാണ്. AICCയുടെ കീഴിൽ വരുന്ന അധികാരം ഉപയോഗിച്ചാണ് നോമിനേറ്റഡ് പോസ്റ്റുകളിൽ നിന്ന് മാറ്റിയിട്ട്. പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് തുടരും. കോൺഗ്രസ് എന്ന് പറയുന്നത് ജീവിതശൈലിയും വികാരവും കാഴ്ചപ്പാടുകളും. കോഴിക്കോട് ബൈപ്പാസിലെ വൃക്ഷത്തൈ നടൽ ക്രമക്കേടിൽ NT സാജനെതിരെ അന്വേഷണ റിപ്പോർട്ട്. മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജനും 12 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്റർ ദേവപ്രസാദാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ബൈപ്പാസ് വീതി കൂട്ടാൻ 2357 മരങ്ങളാണ് മുറിക്കുന്നത്. ഇതിനു പകരമായി 26,000 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റി 2018 1,61,00,000 രൂപ വനം വകുപ്പിന് അനുവദിച്ചു. 5 നട്ട വൃക്ഷത്തൈകൾ പരിപാലിക്കാത്തതിനാൽ നശിച്ചു. വൃക്ഷത്തൈ പരിപാലനം, ചാണകപ്പൊടി വാങ്ങിയത്, കയറ്റിറക്കുകൂലി തുടങ്ങിയവയിൽ വൻ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം നേരിടുന്ന NT സാജന്റെ നേതൃത്വത്തിലായിരുന്നു വൃക്ഷത്തൈ നടൽ.
NT സാജൻ ഉൾപ്പെടെ 13 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ കൺസർവേറ്റർ D ദേവപ്രസാദിന്റെ റിപ്പോർട്ടിലുള്ളത്. മുട്ടിൽ കേസിൽ നടപടി നേരിട്ട റേഞ്ച് ഓഫീസർ M പത്മനാഭനും ഇതിൽ ഉൾപ്പെടും. NT സാജൻ, M പത്മനാഭൻ, PB ഉഷ എന്നിവർ വിരമിക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വനം മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയത്. വൃക്ഷത്തൈ നടൽ ക്രമക്കേടിലെ മുട്ടിൽ കണക്ഷനാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുട്ടിൽ കേസിൽ ആരോപണ വിധേയനായ NT സാജൻ IFSും നടപടി നേരിട്ട പത്മനാഭനും ഈ കേസിലും ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ദേവപ്രസാദിന്റെ റിപ്പോർട്ട് പറയുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി നടത്തിയ കൊലപാതകമാണ് പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസന്റേതെന്ന പോലീസ് റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിലാണ് പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയ സംസ്ഥാനത്തെ ആദ്യ സംഭവമാണെന്ന് വ്യക്തമാക്കുന്നത്. ഇതിനിടെ സുബൈർ വധക്കേസിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച സഹോദരൻ രംഗത്തെത്തി. ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, സഹദ്, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തും കസ്റ്റഡി ആവശ്യപ്പെട്ടും അന്വേഷണ സംഘം പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. കേരളത്തിൽ ആദ്യമായാണ് കൊല്ലേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി കൊല്ലുന്നതെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ സുബൈർ കേസിൽ പോലീസ് അന്വേഷണത്തിലെ അതൃപ്തി പരസ്യമാക്കി സുബൈറിന്റെ സഹോദരൻ റസാഖ് രംഗത്തെത്തി. ഒരിക്കലും അങ്ങനെ ഒരു 3 പേരിൽ ഒതുങ്ങുന്ന ഒരു കൃത്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിന് പിന്നിൽ RSSന്റെ നേതാക്കന്മാരും അതുപോലെ മറ്റു ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരുപാട് പേര് ഇതിന് പിറകിലുണ്ട്. സുബൈർ കേസിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ന്യൂസ് 18, പാലക്കാട്. കൽക്കരി ക്ഷാമത്തെ തുടർന്ന് രാജ്യത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാവുന്നു. കശ്മീർ മുതൽ കേരളം വരെ എല്ലാ സംസ്ഥാനങ്ങളും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 2 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയാണ് പവർ കട്ട്. കൽക്കരി വിതരണം വേഗത്തിലാക്കിയെന്നും പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സമയം പവർ കട്ട്, 9 മണിക്കൂർ. തൊട്ടടുത്ത ഉത്തരാഖണ്ഡിൽ 8 മണിക്കൂർ നിയന്ത്രണം. രാജസ്ഥാനിൽ 7 മണിക്കൂറും കശ്മീരിൽ 2 മണിക്കൂറും വൈദ്യുതിയില്ല. 40% വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ പഞ്ചാബിൽ കാർഷിക മേഖല നിശ്ചലമായി. ആന്ധ്രയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ത്രിപുര, ഗോവ, ബീഹാർ എന്നിവിടങ്ങളിലെല്ലാം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഡൽഹിയിൽ ആശുപത്രികളുടെ അടക്കം പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും കേന്ദ്ര സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. 62.3 കോടി യൂണിറ്റ് വൈദ്യുതിയുടെ കുറവാണ് രാജ്യത്തുള്ളത്. 147 താപവൈദ്യുത നിലയങ്ങളിലായി 1.41 കോടി ടൺ കൽക്കരി മാത്രമാണ് ശേഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 5.7 കോടി ടൺ കൽക്കരിയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടത്. എന്നാൽ ആവശ്യത്തിന് കൽക്കരിയുണ്ടെന്നും കൽക്കരി പാടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള കാലതാമസമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഊർജ്ജമന്ത്രി RK സിംഗ് പറഞ്ഞു. ചരക്ക് ട്രെയിനുകളുടെ വേഗം കൂട്ടാൻ ഉത്തരേന്ത്യയിൽ പലയിടത്തും പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 6 വർഷത്തിനിടയിലെ കടുത്ത പ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നത്. കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണം കൂടി വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുകയാണ് ഉത്തരേന്ത്യ. ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തീവ്ര ഇടപെടലുമായി KSEB. കോഴിക്കോട് നല്ലളം ഡീസൽ പ്ലാന്റിൽ നിന്നുള്ള ഉൽപ്പാദനം ഉടൻ പുനരാരംഭിക്കും. ഇതിലൂടെ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ദേശീയ ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ആന്ധ്രാപ്രദേശിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി ഉടൻ വാങ്ങും. വൈദ്യുതി നിയന്ത്രണം ഇന്നും തുടരാനാണ് സാധ്യത. ഉപഭോഗം ഏറ്റവും കൂടിയ 6 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് 15 മിനിറ്റ് നിയന്ത്രണം ഉണ്ടാവും. നഗരപ്രദേശങ്ങളെയും ആശുപത്രികളെയും ഒഴിവാക്കിയാണ് നിയന്ത്രണം. ഉത്തരേന്ത്യ ചുട്ടുപൊള്ളുന്നു. ഉത്തർപ്രദേശിലെ താപനില 46.5 ഡിഗ്രി കടന്നു. ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിലും ഹരിയാനയിലെ ഹിസാറിലും 45 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതി രൂക്ഷമാണ്. ഉഷ്ണക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചി തീവ്ര വർഗീയതയുടെ ഇരിപ്പിടത്തിൽ ഉറപ്പിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് CPM. ഗുരുവിൽ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം. ഗുരുചിന്തയോട് കൂറുണ്ടെങ്കിൽ മുസ്ലിം വേട്ട നടത്തുന്ന ബുൾഡോസർ രാജിനെ മോദി തള്ളിപ്പറയണമെന്നും ദേശാഭിമാനി ലേഖനത്തിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശിവഗിരി ബ്രഹ്മവിദ്യാലയ കനക ജൂബിലിയുടെയും തീർത്ഥാടന നവതി ആഘോഷത്തിന്റെയും ഉദ്ഘാടന ചടങ്ങിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനാണ്
കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം. ഗുരുവിനെ ആദരിക്കുന്നുവെന്ന് വരുത്തി സംഘപരിവാർ ആശയങ്ങളെ ഒളിച്ചു കടത്താനാണ് ശ്രമം. ഗുരുവിനെ പുകഴ്ത്തിയ മോദിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മോദി വിശദീകരിച്ച ഗുരുദർശനവും കാഴ്ചപ്പാടും കൗതുകകരവും അപകടകരവുമാണ്. ഗുരുവും സംഘപരിവാർ ആശയങ്ങളുമായി കടലും കടലാടിയും തമ്മിലുള്ള സാമ്യം മാത്രമേയുള്ളൂ. ഗുരുചിന്തയോട് കൂറുണ്ടെങ്കിൽ മുസ്ലിം വേട്ട നടത്തുന്ന ബുൾഡോസർ രാജിനെ മോദി തള്ളിപ്പറയണം. ഗുരുവിന്റെ പേരും മുസ്ലിം വിരുദ്ധ വർഗീയ ലഹളയ്ക്ക് ഉപയോഗിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. കോടിയേരി പറഞ്ഞതിനെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിന്തുണച്ചതും ശ്രദ്ധേയമായി. അല്ല, മോദി ശ്രമിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതിനോടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇവരും ചേരുന്നുണ്ട്. ഈ ഗുജറാത്ത് സ്നേഹം കാണുമ്പോഴേ പേടിയതാ. മോഡിയുടെ ലക്ഷ്യം കേരളത്തിനെയും കൂടെ പിടിക്കുക എന്നുള്ളതാണ്. അവർക്ക് പല പദ്ധതികളും ഉണ്ട്, നമ്മളെ കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ കോടിയേരി രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ശ്രീനാരായണ വിരോധികളായി മുദ്രകുത്താനുള്ള നീക്കത്തിന്റെ പേരിലെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ഗുരുദേവ സ്തുതി പാടുന്നതിൽ കൗതുകമുണ്ട്. ശിവഗിരി മഠത്തിന്റെ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് കോടിയേരിയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണമെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ മുഹമ്മദ് റിയാസിനും റഹീമിനും വിമർശനം. ഇരുവരും സംഘടനയിൽ വ്യക്തി സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതായാണ് ആക്ഷേപം. ജിനേഷ് കുമാർ MLAയുടെ സ്ഥിരം ശബരിമല ദർശനം തെറ്റായ സന്ദേശം നൽകുന്നതായും പ്രതിനിധികൾ വിമർശിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് മുഹമ്മദ് റിയാസിനെതിരെയും റഹീമിനെതിരെയും പ്രതിനിധികളുടെ രൂക്ഷ വിമർശനം. സംഘടനയിൽ വ്യക്തിപരമായ സ്വാധീനം ഉറപ്പിക്കാൻ ഇരുവരും ശ്രമിക്കുന്നു. റിയാസ്, റഹീം, സംസ്ഥാന പ്രസിഡന്റ് സതീഷ് എന്നിവരുടെ കോക്കസായി സംഘടനയെ മാറ്റുന്നതായും പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. ജനീഷ് കുമാർ MLAക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. MLAയുടെ സ്ഥിരം ശബരിമല ദർശനം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ നിന്നും ഉണ്ടാകേണ്ട സമീപനമല്ല. ധാർഷ്ട്യത്തോടെയാണ് MLA പ്രവർത്തകരോട് ഇടപെടുന്നതെന്നും പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പതാക ജാഥയ്ക്കിടയിൽ MLAയുടെ ഭാഗത്തു നിന്നും മോശം ഇടപെടൽ പരസ്യമായി ഉണ്ടായതായും പ്രതിനിധികൾ വിമർശിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. +2 കെമിസ്ട്രി പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി അധ്യാപകർ സഹകരിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ്. സർക്കാർ നൽകിയ ഉത്തരസൂചികയിൽ അപാകതയില്ല. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് തെറ്റിദ്ധാരണയുണ്ട്. അത് തിരുത്തി മൂല്യനിർണ്ണയവുമായി അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹയർ സെക്കൻഡറി കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂല്യനിർണ്ണയത്തിന് സർക്കാർ നൽകിയിട്ടുള്ള ഉത്തരസൂചികയിൽ യാതൊരു അപാകതയും ഇല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ സമിതിയുടെ ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഇന്നലെ വിശദമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തെറ്റിദ്ധാരണ കൊണ്ട് ഏതാനും അധ്യാപകർ നടത്തിയിട്ടുള്ള പരീക്ഷാ ഉത്തരക്കടലാസ് നോക്കുന്ന ജോലിയിൽ നിന്ന് മാറി നിന്ന സംഭവത്തിൽ നിന്ന് അവരെ പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെറ്റായ വാർത്തയാണ്. പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരീക്ഷയുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പരസ്യമായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാവുന്നില്ല. അവർ സഹകരിച്ചില്ലെങ്കിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഗവൺമെന്റ് നയം വ്യക്തമാക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ അവസാനിച്ചു. 2961 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. വിടപറയലിന്റെ വിഷമവും പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. അടുത്ത മാസം 3-ന് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കും. മെയ് 10 വരെയാണ് പ്രാക്ടിക്കൽ പരീക്ഷകൾ. 11-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ഉള്ളടക്കം പുറത്തുവിടുകയല്ല, ശുപാർശ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. സിനിമാ മേഖലയിലെ വനിതകളുടെ സംരക്ഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞു. ഉള്ളടക്കം പുറത്തുവിട്ടുകൊണ്ട് എന്ത് സാധിക്കാനാ? ആ ഉള്ളടക്കത്തിൽ പറയുന്ന സംരക്ഷണത്തിനാവശ്യമായ നിയമങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും രക്ഷപ്പെടില്ല. ആ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അന്വേഷണത്തിന്റെ മുമ്പിൽ വരേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ അന്വേഷിച്ചിട്ട് ഗവൺമെന്റ് ശരിയായ നിലപാടുകൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. അക്കാര്യത്തൊന്നും ഒരു ആശങ്കയുടെ ആവശ്യമില്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് 100% സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇപ്പം നിലവിലുള്ള നിയമമുണ്ട്. പക്ഷെ ആ നിയമത്തോടൊപ്പം ഈ മേഖലയിൽ പ്രത്യേകമായി ചില കേസുകൾ അടിക്കടി വരുന്നു. അപ്പം അതുകൊണ്ട് കുറെ കൂടി കാർക്കശ്യമായ നിലപാട് ആ മേഖല സ്വീകരിക്കണമെന്നുള്ളതാണ് സർക്കാർ എടുക്കുന്ന ശ്രമം.
സിൽവർ ലൈൻ സർവേക്കെതിരെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ മുഴുപ്പലങ്ങാട് ഇന്നും പ്രതിഷേധം. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. മനു തെളിച്ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ന് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ പ്രദേശങ്ങളിലാണ് ഇന്ന് കേരളയിലെ സർവേ നടപടികൾ നടന്നത്. ഇന്നലെയും അവിടെ വലിയ തോതിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇന്ന് പുതിയ മേൽപ്പാലത്തിന് സമീപത്തു നിന്നാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. അപ്പൊ ആദ്യം എത്തിയ വീടുകളിൽ നിന്ന് ആളുകൾ പ്രതിഷേധിച്ച സാഹചര്യത്തിൽ അവിടെ സർവേ നടപടികൾ ഒഴിവാക്കി മറ്റിടങ്ങളിലേക്ക് നീങ്ങി. ഏതായാലും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി പിന്നീടും രംഗത്തെത്തി. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് സർവേ നടപടികൾ പുരോഗമിച്ചു. ഉച്ചയ്ക്ക് ശേഷവും സർവേ നടപടികൾ പുരോഗമിക്കും എന്നാണ് വ്യക്തമാകാനുള്ളത്. ഇനി തലശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ KSIന്റെ സർവേ നടപടികൾ പുരോഗമിക്കുന്നത്. ശരി. സിൽവർ ലൈൻ സംവാദത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംവാദം സംബന്ധിച്ച് ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ച ശേഷം സർക്കാർ തുടർ തീരുമാനങ്ങൾ എടുക്കും. നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. സിൽവർ ലൈൻ സംവാദത്തിൽ സർക്കാരിന് വേണ്ടി സംസാരിച്ചവർ കൂറുമാറിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിൻ്റേത് വലതുപക്ഷ തീവ്ര നിലപാടാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സർക്കാർ സംഘടിപ്പിച്ച സംവാദം ഏത് നിലയിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. പരിണതപ്രജ്ഞനായ RVG മേനോൻ സൗമ്യമായ ഭാഷയിൽ ഒരു ചെറു പുഞ്ചിരിയുമായി 10 മിനിറ്റ് ലളിതമായി സംസാരിച്ച വാക്കുകൾ തന്നെ ഇതുവരെ സർക്കാർ കെട്ടിപ്പൊക്കിയ എല്ലാ വൻമതിലും തകർന്നു വീഴുന്നതിന് ഉപയുക്തമാണ്. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കേരളത്തിലെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ അതേ വാദമുഖങ്ങൾ തന്നെയാണ്. സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്നവർ അവസാനം കൂറുമാറുന്ന കാഴ്ചയാണ് ഈ സംവാദത്തിൽ കണ്ടത്. സർക്കാരിന് വേണ്ടി വാദിക്കാൻ വന്നവർ ഒറ്റക്കെട്ടായി അവസാനം ഈ കല്ലിടുന്നതിനെതിരായി ശബ്ദിച്ചു. വ്രതശുദ്ധിയുടെ നാളുകൾ. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ പുണ്യം തേടി വിശ്വാസികൾ. വെള്ളിയാഴ്ച ദിവസം തന്നെ നോമ്പ് 27 കൂടി വന്നതോടെ വിശ്വാസികൾക്ക് ഈ ദിനം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം അക്രമത്തിന്റെ മതമല്ല. വിജയിച്ചു വന്നപ്പോൾ ശത്രുക്കൾക്ക് മാപ്പ് നൽകിയ ചരിത്രമാണ് ഉള്ളതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ? എങ്ങനെയൊക്കെയാണ് ഈ ദിവസത്തിന്റെ ആചരണം? ഗോപീഷൻ, നോമ്പ് 27-ാം ദിവസമാണ്. ഇന്ന് 27-ാം രാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള സമയമായാണ് 27-ാം രാവ് കണക്കാക്കുന്നത്. 27-ാം രാവ് കഴിഞ്ഞ് 27 നോമ്പ് എന്ന് വിശ്വാസികൾ നോക്കുകയാണ്. ഇന്ന് തന്നെയാണ് റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും കടന്നു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം പുണ്യദിനങ്ങൾ ഒരുമിച്ചെത്തിയത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വാസികൾ കരുതുന്നു. പാപമോചനത്തിനും പുണ്യം അനുഗ്രഹവും നേടാനുമായി വിശ്വാസികൾ നേരത്തെ തന്നെ, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി പള്ളിയിലേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ തന്നെ പള്ളികളിൽ വിശ്വാസികൾ ഉപവിഷ്ടരാവുകയും ഖുർആൻ പാരായണത്തിലും മറ്റ് ആരാധനകളിലും അവർ സമയം കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ഖുതുബ, പ്രസംഗം, നിസ്കാരത്തിന് മുമ്പുള്ള പ്രസംഗത്തിൽ ഇമാമുമാർ ഈ റമദാനിന് വിട നൽകുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് അവസാനത്തെ വെള്ളിയാഴ്ച ആ പ്രസംഗത്തിലാണ് റമദാനിന് വിട പറയുന്ന ഒരു വൈകാരിക മുഹൂർത്തം കൂടിയാണ്. അത് വിട പറയുന്ന ആ ചടങ്ങും കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് നേരത്തെ മുസ്ലിങ്ങൾ പല കോണുകളിലായി പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അക്രമം പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളിൽ നിന്നും, അത്തരം പ്രചരണങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായും
പിൻവാങ്ങണമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. മക്കയിൽ വിശ്വാസികൾ വിജയിച്ചു വന്ന സമയത്ത് അത്രയും കാലം അക്രമം നടത്തിയവർക്ക് പൊതുമാപ്പ് നൽകുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റേതെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഈ പാത പിന്തുടരാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വിശ്വാസികൾ ഇപ്പോഴും അഭിസംബോധന ചെയ്യുകയാണ്. ഏതായാലും ആയിരക്കണക്കിന് ആളുകളാണ് അവസാനത്തെ വെള്ളിയാഴ്ചയും 27-ാം ദിവസവും ഈ ദിനത്തിന്റെ പുണ്യം തേടാനായി ഈ പള്ളികളിലേക്ക് എത്തിയത്. ശരി. താമരശ്ശേരി ചുരത്തിൽ പാറക്കല്ല് വീണ ബൈക്ക് യാത്രികൻ മരിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ മാസം 16-നാണ് ചുരത്തിൽ 6-ാം വളവിൽ അപകടമുണ്ടായത്. ബൈക്കിന് മുകളിലേക്ക് പാറക്കല്ല് വീഴുകയായിരുന്നു. സുഹൃത്തിന് പരിക്കേറ്റു. ഇരുവരും സഞ്ചരിച്ച ബൈക്കിന് പുറകെ വരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ എടുത്തത്. കോട്ടയം ചിങ്ങവനം ഗോമതിക്കവലയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിയന്ത്രണം വിട്ട കാറ് മീൻകടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ജീവനക്കാരനായ അസം സ്വദേശി മരിക്കുകയും കടയിലുണ്ടായിരുന്ന ജീവനക്കാരനായ ശശിധരൻ, ലാലു എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ 3 പേർ പിടിയിൽ. സുൽത്താൻ ബത്തേരി സ്വദേശികളായ സലീം, സക്കീർ എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ പെട്രോൾ ഒഴിച്ച ശേഷം ആത്മഹത്യ ചെയ്യുമെന്ന് 3 പേരും അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഇവരെ കീഴ്പ്പെടുത്തി. ഇവരുടെ സുഹൃത്തുക്കളായ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന വിവരം അധികാരികളെ അറിയിക്കാനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് എന്നാണ് മൊഴി. പോലീസ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ്.